ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇവിടെ ചൂട് പരിപ്പ് വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചൂട് ചായക്കൊപ്പം കഴിക്കാൻ നല്ല മുരിഞ്ഞ നാടൻ പരിപ്പ് വട നമുക്ക് ഉണ്ടാക്കിയാലോ. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പരിപ്പ് വട ഉണ്ടാക്കിയാലോ. മിക്കവാറും എല്ലാവരും തന്നെ പരിപ്പ് വട ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ പരിപ്പ് വട ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത് വടപ്പരിപ്പാണ്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും. 2 കപ്പ് വടപ്പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായി 2-3 പ്രാവശ്യം കഴുകിയെടുത്ത് വെള്ളം ഒഴിച്ച് 2-2.5 മണിക്കൂർ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂറിന് ശേഷം നന്നായി കഴുകി ഒരു അരിപ്പയിൽ അങ്ങിട്ട് വയ്ക്കാം. അതിനുശേഷം വെള്ളം വാർന്നതിന് ശേഷം വടപ്പരിപ്പ് നമുക്ക് അരച്ചെടുക്കാം. അരയ്ക്കാൻ എന്ന് പറയുമ്പോൾ വെള്ളം ചേർത്ത് പേസ്റ്റ് പോലെ അരയ്ക്കരുത്, ഒന്ന് കറക്കിയെടുത്താലും മതി. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞതും 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ പെരുംജീരകവും പിന്നെ കുറച്ച് കുത്തിപ്പൊടി മുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് കൈവച്ചങ്ങ് പ്രസ് ചെയ്ത് മിക്സ് ചെയ്യുക. ഞാൻ കറിവേപ്പില ഇടാൻ മറന്നുപോയി, പിന്നെയാണ് ഞാൻ ഇട്ടത്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് അങ്ങ് നമ്മൾ കൈവച്ച് പ്രസ് ചെയ്ത് അങ്ങനെ കുഴച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മളങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഉപ്പുണ്ടോ എന്ന് നമ്മൾ നോക്കുക. പിന്നെ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ചൂടാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. പിന്നെ ചെറിയ ഉരുളകളാക്കിയിട്ട് കൈവെള്ളയിൽ വെച്ച് നന്നായിട്ടത് ഷേപ്പാക്കി എടുക്കുക. ഷേപ്പാക്കിയതിന് ശേഷം നമ്മൾ ചൂടായ സൺഫ്ലവർ ഓയിലോട്ട് പതുക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഓരോന്ന് ഷേപ്പാക്കിയതിന് ശേഷം നമ്മൾ ചീനച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കണം. പരിപ്പ് വട ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും ചെറിയ ഉരുളകളാക്കിയിട്ട് പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. വലിയ ഉരുളകളാക്കിയാൽ അത് ഭാഗമൊക്കെ മുരിഞ്ഞിട്ട് ഉള്ളിൽ വേവാതിരിക്കും. പിന്നെ അധികം ചൂടായ എണ്ണയിലോട്ട് ഇടരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്യാൻ. ഇട്ട് ഉടനെ തന്നെ നമ്മൾ ഒരിക്കലും മറിച്ചിടരുത്, അത് പൊട്ടിപ്പോകും. ഇട്ട് ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞതിന് ശേഷം വേണം നമ്മൾ എപ്പോഴും മറിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ വേണം വയ്ക്കാൻ. തീ കുറഞ്ഞാൽ എണ്ണ കുടിക്കുകയും പിന്നെ സോഫ്റ്റ് ആകാതിരിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ പരിപ്പ് വട റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ രണ്ട് ഭാഗവും ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ എടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ പരിപ്പുവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എണ്ണയിൽ നിന്നങ്ങ് കോരിയെടുത്ത് ഞാൻ ടിഷ്യൂവിലേക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇടുന്നുണ്ട്. അങ്ങനെ ഓരോ സെറ്റായിട്ട് നമുക്ക് ഓരോന്നും മുറിച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ സൂപ്പർ പരിപ്പുവട, എന്ത് ഭംഗിയാലേ കാണാൻ. അപ്പോൾ ചൂട് ചായക്കൊപ്പം കഴിക്കാൻ ചൂട് പരിപ്പുവട റെഡി. എന്ത് എളുപ്പത്തിലാലേ ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണേ. നല്ല മുരിഞ്ഞ പരിപ്പുവടയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ. അടുത്ത വീഡിയോയിൽ അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ, ബൈ.